നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ കൊള്ളപ്പലിശക്കാർക്കെതിരെ ആദ്യമായി ശക്തമായ നടപടി സ്വീകരിച്ചത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ്. അക്കാലത്ത് ഓപ്പറേഷൻ കുബേരയിൽ താരമായിരുന്നു ചെന്നിത്തല. രണ്ടാമതും സംസ്ഥാന ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ മറ്റു പല വിധത്തിലുമുള്ള അഴിച്ചുപണികളാണ് രമേശ് ചെന്നിത്തലയുടെ നീക്കം. ഇക്കുറി ലഹരിവേട്ട ലക്ഷ്യമിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിന്റെ ഇടത്തരം കുടുംബങ്ങളിലെ ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് 18 വയസ്സ് കഴിയും മുൻപും ശേഷവുമുള്ള കുട്ടികൾക്കിടയിലെയും യുവാക്കൾക്കിടയിലുമുള്ള ലഹരിവേട്ട. പല അമ്മമാരും അവരുടെ മക്കൾ പോലീസ് പിടിക്കുമോ അല്ലെങ്കിൽ അവരെ മക്കളുടെ ഭീഷണിയിൽ പോലും പേടിച്ചു ഭയന്ന സത്യം പുറത്തു പറയാതിരിക്കുന്നുണ്ട്. ഈ കണ്ണിയുടെ അവസാന റാക്കറ്റിനെ പോലും നിഷ്പ്രഭമാക്കാതെ കേരളം ലഹരി മുക്തമാകില്ല എന്ന് വ്യക്തമാണ്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ അടക്കം നവീകരണം ലക്ഷ്യമിട്ടാണ് ആഭ്യന്തരമന്ത്രി നീങ്ങുന്നത്. കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളിൽ സമൂല മാറ്റമാണ് ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. പോലീസ് ജനസേവന കേന്ദ്രങ്ങളാക്കി മാറ്റും, പരാതികൾ സമചിത്തതയോടുകൂടി കേൾക്കും, സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ പദ്ധതി കേരള പോലീസ് ആരംഭിച്ചതായും അദ്ദേഹം പോലീസ് ആസ്ഥാനത്ത് വെച്ച് നടന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരായ ആക്രമണങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കും. ജനമൈത്രി പോലീസ് ശക്തമാക്കും. ട്രാഫിക് അപകടങ്ങൾ കുറയ്ക്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. പോലീസ് ട്രെയിനിംഗ് സിലബസ് പരിഷ്കരിക്കും. സൈബർ ക്രൈം നേരിടാൻ പദ്ധതി ഉണ്ടാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ 484 പോലീസ് സ്റ്റേഷനുകളിലും സമൂലമായ മാറ്റം വരുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആര് കടന്നു ചെന്നാലും ആദ്യം ഗുഡ് മോർണിംഗ് പറയും. അവരെ സ്വീകരിച്ചിരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനങ്ങൾ ആരംഭിക്കും. എല്ലാ പോലീസ് സ്റ്റേഷനുകളും വൃത്തിയായി സൂക്ഷിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. സ്റ്റേഷനുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഓരോന്നായി ഒഴിവാക്കാൻ പോലീസ് ആക്ട് പ്രകാരമുള്ള നടപടി DGP സ്വീകരിക്കും. കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും പുതിയ മുഖം ഉണ്ടാകും. പോലീസുകാരുടെ പ്രവർത്തനങ്ങളിലും ഒരു കാര്യക്ഷമമായ മാറ്റം ഉണ്ടാകും. പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കും കേരള പോലീസ് ഇനി മുതൽ പ്രവർത്തിക്കുക. സ്റ്റേഷനിലേക്ക് SI-മാരും CI-മാരും DYSP-മാരും ഉണ്ടാകണമെന്ന അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് പഠിക്കാൻ 5-അംഗ സംഘത്തെ നിയോഗിച്ചു. റിപ്പോർട്ട് അനുസരിച്ച് നടപടിയുണ്ടാകും. സംസ്ഥാനത്ത് വ്യാപകമായ ലഹരി മരുന്നിനെതിരെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹഡ് എന്ന പേരിൽ കേരള പോലീസ് പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ലഹരി മരുന്നിന്റെ വേരിറക്കുക എന്ന ലക്ഷ്യത്തോടെ വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻ ആരംഭിക്കും. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കേരള പോലീസ് നിരീക്ഷണത്തിലാക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സത്യത്തിൽ വളരെ ആവേശത്തോടുകൂടി, അതായത് നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന, വളരെയേറെ അഭിമാനം തോന്നുന്ന പദ്ധതികൾ തന്നെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. സിന്തറ്റിക് മരുന്നിന്റെ അടക്കം ഉപയോഗം നമ്മുടെ നാട്ടിൽ യുവാക്കൾക്കിടയിൽ കൂടി വരുമ്പോൾ അത് തീർച്ചയായിട്ടും നാം കണ്ടുപിടിക്കേണ്ട ബാധ്യത നമ്മുടെ കേരള പോലീസിനുണ്ട്. കേരള പോലീസിന് അതിനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ആ കഴിവ് തിരിച്ചറിഞ്ഞ് തീർച്ചയായിട്ടും ചെന്നിത്തല അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഒരുപാട് പ്രതീക്ഷ ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയിൽ ഉണ്ട് എന്ന് വ്യക്തം.